നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. ലേൺ ഇംഗ്ലീഷ് വയ ഷോർട്ട് സ്റ്റോറീസ് എപ്പിസോഡ് 8 എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കഥയുടെ പേര് ദ കിങ്സ് പെയിൻറ്റിങ്, രാജാവിൻ്റെ ചിത്രണം. നമുക്ക് കഥ കേൾക്കാം. There was a king with only one leg and one eye, but was generous and competent as a ruler. There was a king. There was എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. There was a pen, ഒരു പേനയുണ്ടായിരുന്നു. There was a pen on the table, ടേബിളിന്മേൽ ഒരു പേനയുണ്ടായിരുന്നു. There was a child in the house, വീട്ടിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. There was a teacher in school, സ്കൂളിൽ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു എന്നാണ് പറയാം. അപ്പോൾ സിംഗുലർ ആയിട്ടുള്ള നൗണുകളുടെ കൂടെ വാസാണ് വരിക, ആയിരുന്നു എന്നർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അത് പ്ലൂരലാണെങ്കിൽ, കൂടുതൽ ആളുകളുണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ there were ആവും. There were 2 students in school. സ്കൂളിൽ 2 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അവിടെ വേറാണ് കൊടുക്കുക, ആയിരുന്നു തന്നെയാണ് അർത്ഥം. അപ്പോൾ there was a king, ഒരു രാജാവ് ഉണ്ടായിരുന്നു. കൊണ്ട് പറഞ്ഞാൽ കൊണ്ട്, ഓൺലി 1 leg, വെറും ഒറ്റ കാല് കൊണ്ടുള്ള, അതായത് ഒറ്റ കാലുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആൻഡ് 1 eye, അതുപോലെ ഒരു കണ്ണും. പക്ഷേ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും അദ്ദേഹമായിരുന്നു ജനറസ്, നല്ല മഹാമനസ്കനായിരുന്നു. ജനറസ് എന്ന് പറഞ്ഞാൽ മഹാമനസ്കതയുള്ള ആളായിരുന്നു. ആൻഡ് കോമ്പിറ്റൻറ്റ്, നല്ല സമർത്ഥനായ ആളായിരുന്നു. ആസ് എ റൂളർ, ആസ് എന്ന് പറഞ്ഞാൽ കുറേ അർത്ഥങ്ങളുണ്ട്. നമ്മൾ ഇവിടുത്തെ അർത്ഥം ആസ് എന്ന നിലയിൽ എന്നാണ്. ആസ് എ റൂളർ, ഒരു ഭരണാധികാരി എന്ന നിലയിൽ നല്ല മഹാമനസ്കതയും അതുപോലെ നല്ല സമർത്ഥനുമായിരുന്നു അദ്ദേഹം. One day, while walking in his palace, the king noticed the portraits of his ancestors along the hallway. He also wanted his portrait painted by an artist, but was unsure how it would turn out due to his physical abnormalities. One day, ഒരു ദിവസം, while walking, നടക്കുന്ന സമയത്ത്, in his palace, അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ, ദ കിങ് നോട്ടീസ്ഡ്, രാജാവ് ശ്രദ്ധിച്ചു. നോട്ടീസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക എന്നാണ് അർത്ഥം. നോട്ടീസ്ഡ്, ശ്രദ്ധിച്ചു. ദ പോർട്രേറ്റ്സ്, പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഛായാചിത്രം, ചായം കൊണ്ട് കൊടുക്കുന്ന ചിത്രത്തിനാണ് പോർട്രേറ്റ് എന്ന് പറയുക. ഓഫ് ഹിസ് ആൻസസ്റ്റേഴ്സ്, അദ്ദേഹത്തിൻ്റെ പൂർവികന്മാരുടെ, പഴയകാല രാജാക്കന്മാരുടെ പോർട്രേറ്റ് അദ്ദേഹം ശ്രദ്ധിച്ചു. എലോങ് ദി ഹാൾവേ, ഹാൾവേയിലൊന്നാകെ, ഹാൾവേ എന്ന് പറഞ്ഞാൽ ഇടനാഴികളിൽ. ഹി ഓൾസോ വാണ്ടഡ്, അദ്ദേഹവും ആഗ്രഹിച്ചു. എന്ത്? ഹിസ് പോർട്രേറ്റ്, അദ്ദേഹത്തിൻ്റെ പോർട്രേറ്റും പെയിൻറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചു. ബൈ ആൻ ആർട്ടിസ്റ്റ്, ഒരു ആർട്ടിസ്റ്റിനാൽ. ബൈ എന്ന് പറഞ്ഞാൽ ആൽ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. പക്ഷേ വാസ് അൺഷുവർ, അദ്ദേഹത്തിന് ഉറപ്പില്ലായിരുന്നു, തീർച്ചയില്ലായിരുന്നു. ഹൗ ഇറ്റ് വുഡ് ടേൺ ഔട്ട്, അതെങ്ങനെ ആയിത്തീരുമെന്ന്. ഡ്യൂ ടു, കാരണത്താൽ. ഡ്യൂ ടു എന്ന് പറഞ്ഞാൽ കാരണത്താൽ. ഡ്യൂ ടു എമർജൻസി കാരണത്താൽ. ഡ്യൂ ടു ഇൽനസ്, രോഗം കാരണത്താൽ. ഡ്യൂ ടു ഡിസീസ്, അതും രോഗം കാരണത്താൽ തന്നെ. ഇപ്പം എന്ത് കാരണത്താൽ? ഡ്യൂ ടു ഹിസ് ഫിസിക്കൽ അബ്നോർമാലിറ്റീസ്, അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ടുള്ള അസ്വാഭാവികത കാരണത്താൽ. അബ്നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ അസ്വാഭാവികത്വം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഫിസിക്കലായിട്ടുള്ള പ്രശ്നം കാരണത്താൽ എങ്ങനെ ആയിത്തീരുന്ന, അദ്ദേഹം അങ്ങനെ എന്തായിത്തീരുന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. അതാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം ആ പെയിൻറ്റിങ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചു. അപ്പോൾ ദ കിങ് ഇൻവൈറ്റഡ് ഓൾ ദി പെയിൻറ്റേഴ്സ് അക്രോസ് ദി കിങ്ഡംസ് ആൻഡ് ആസ്ക്ഡ് ഹൂ കുഡ് പെയിൻറ്റ് എ ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് ഹിം. The painters were confused about how to make a beautiful picture of the king with only 1 leg and 1 eye. The king invited, രാജാവ് ക്ഷണിച്ചു, all the painters, എല്ലാ പെയിൻറ്റർമാരെയും, അക്രോസ് ദി കിങ്ഡം, രാജ്യത്തുടനീളമുള്ള, കിങ്ഡംസ്, രാജ്യങ്ങളിൽ ഉടനീളമുള്ള. കിങ്ഡം എന്ന് പറഞ്ഞാൽ രാജ്യം നടത്തുന്നുണ്ട്, സാമ്രാജ്യം നടത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൽ ഉള്ള മുഴുവൻ, അദ്ദേഹം ഭരിക്കുന്ന രാജ്യത്തുള്ള ആ ഭാഗത്തുള്ള ഏരിയയിലുള്ള മുഴുവൻ പെയിൻറ്റർമാരെയും അദ്ദേഹം ക്ഷണിച്ചു. ആൻഡ് ആസ്ക്ഡ്, എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഹൂ കുഡ് പെയിൻറ്റ്, ആർക്ക് പെയിൻറ്റ് ചെയ്യാൻ കഴിയും എ ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് ഹിം, അദ്ദേഹത്തിൻ്റെ ഒരു സുന്ദരമായ ചിത്രം. ദ പെയിൻറ്റേഴ്സ് വേർ കൺഫ്യൂസ്ഡ്, പെയിൻറ്റർമാർക്ക് കൺഫ്യൂസ്ഡായി. എബൌട്ട് എന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ച്, ഒരു കാര്യത്തെക്കുറിച്ച്. എബൌട്ട് യു, നിന്നെക്കുറിച്ച്. എബൌട്ട് മീ, എന്നെക്കുറിച്ച്. എബൌട്ട് ഹിം, അവനെക്കുറിച്ച്. എബൌട്ട് ഫാദറിനെ കുറിച്ച്, അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പദമാണ് എബൌട്ട്. അപ്പോൾ എബൌട്ട് ഹൗ, എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച്. ഹൗ ടു മേക്ക്, എങ്ങനെ ഉണ്ടാക്കും എ ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് ദി കിങ്, കിങ്ങിൻ്റെ ഈ ബ്യൂട്ടിഫുൾ പിക്ചർ എങ്ങനെ ഉണ്ടാക്കും.
വിത്ത് ഓൺലി വൺ ലെഗ് ആൻഡ് വൺ ഐ, വെറും ഒറ്റക്കാലും ഒറ്റ കണ്ണുമുള്ള അദ്ദേഹത്തിൻ്റെ ഈ പിക്ചർ എങ്ങനെ ഉണ്ടാക്കുമെന്ന് അവർ കൺഫ്യൂസ്ഡായി. All the painters politely refused to make a painting of the king. Then one young painter came forward and ensured to make a beautiful portrait of the king. After a few days, the young painter unveiled the portrait in the court, in which the king was seen sitting in the horse with one leg visible, holding his bow and aiming the arrow with one eye closed. ഓൾ ദി പെയിൻറ്റേഴ്സ്, എല്ലാ പെയിൻറ്റർമാരും പൊളൈറ്റ്ലി മാന്യമായിക്കൊണ്ട് റെഫ്യൂസ്ഡ് നിരസിച്ചു ടു മേക്ക് എ പെയിൻറ്റിങ് ചിത്രം വരക്കാൻ ഓഫ് ദി കിങ് രാജാവിൻ്റെ. ദെൻ അപ്പോൾ വൺ യങ് പെയിൻറ്റർ, ഒരു യുവാവായ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള പെയിൻറ്റർ കെയിം ഫോർവേഡ് മുന്നോട്ട് വന്നു. കം ഫോർവേഡ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് വരിക. കെയിം ഫോർവേഡ് മുന്നോട്ട് വന്നു. ആൻഡ് എൻഷ്വേർഡ് എന്നിട്ട് ഉറപ്പാക്കി ടു മേക്ക് എ ബ്യൂട്ടിഫുൾ പോർട്രേറ്റ് ഓഫ് ദി കിങ്. ടു മേക്ക് ഉണ്ടാക്കാൻ, വരക്കാൻ എന്നർത്ഥം. ഇവിടെ മേക്ക് എന്ന് പറഞ്ഞാൽ ആശയമാണ് പറഞ്ഞത്. മേക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഉണ്ടാക്കുക എന്നാണ് അർത്ഥം. എ ബ്യൂട്ടിഫുൾ പോർട്രേറ്റ്, ഒരു സുന്ദരമായ പോർട്രേറ്റ് ഓഫ് ദി കിങ് രാജാവിൻ്റെ. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, ദി യങ് പെയിൻറ്റർ, ആ ചെറുപ്പക്കാരനായ പെയിൻറ്റർ അൺവെയിൽഡ്, മറ നീക്കി, അനാച്ഛാദനം ചെയ്യാന്നൊക്കെ പറയും. ദി പോർട്രേറ്റ്, അദ്ദേഹത്തിൻ്റെ പോർട്രേറ്റ്, ഇൻ ദി കോർട്ട്, കോടതിയിൽ. ഇൻ വിച്ച്, ആ പോർട്രേറ്റിൽ ദ കിങ് വാസ് സീൻ, രാജാവിനെ കാണപ്പെട്ടു. വാസ് സീൻ എന്ന് പറഞ്ഞാൽ കാണപ്പെട്ടു. സിറ്റിംഗ്, ഇരിക്കുന്നതായിട്ട്, ഓൺ ദി ഹോഴ്സ്, കുതിരയുടെ മേൽ, വിത്ത് വൺ ലെഗ് വിസിബിൾ, ഒരു കാല് വിസിബിൾ ആയിക്കൊണ്ട്, വ്യക്തമാക്കിക്കൊണ്ട്. രണ്ട് സൈഡ് ഉണ്ടാവുമല്ലോ. വിസിബിൾ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കിക്കൊണ്ട്, കാണിച്ചുകൊണ്ട് എന്നൊക്കെ അർത്ഥം. ഹോൾഡിങ് ഹിസ് ബോ, അദ്ദേഹത്തിൻ്റെ വില്ലിനെ എങ്ങനെ പിടിച്ചുകൊണ്ട്, ബോ എന്ന് പറഞ്ഞാൽ വില്ല്. ആൻഡ് എയിമിങ്, അതുപോലെ ലക്ഷ്യം വെച്ചുകൊണ്ടും, ദ ആരോ, അമ്പ്, വിത്ത് വൺ ഐ ക്ലോസ്ഡ്, ഒരു കണ്ണിനെ ക്ലോസ് ചെയ്തുകൊണ്ട്. ഓൾ ദി പെയിൻറ്റേഴ്സ് പൊളൈറ്റ്ലി റെഫ്യൂസ്ഡ് ടു മേക്ക് എ പെയിൻറ്റിങ് ഓഫ് ദി കിങ്. ദെൻ വൺ യങ് പെയിൻറ്റർ കെയിം ഫോർവേഡ് ആൻഡ് എൻഷ്വേർഡ് ടു മേക്ക് എ ബ്യൂട്ടിഫുൾ പോർട്രേറ്റ് ഓഫ് ദി കിങ്. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ്, ദ യങ് പെയിൻറ്റർ അൺവെയിൽഡ് ദ പോർട്രേറ്റ് ഇൻ ദി കോർട്ട്, in which the king was seen sitting in the horse with one leg visible, holding his bow and aiming the arrow with one eye closed. All the painters, എല്ലാ പെയിൻറ്റർമാരും പൊളൈറ്റ്ലി മാന്യമായിക്കൊണ്ട് റെഫ്യൂസ്ഡ് നിരസിച്ചു ടു മേക്ക് എ പെയിൻറ്റിങ് ചിത്രം വരക്കാൻ ഓഫ് ദി കിങ് രാജാവിൻ്റെ. ദെൻ അപ്പോൾ വൺ യങ് പെയിൻറ്റർ, ഒരു യുവാവായ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള പെയിൻറ്റർ കെയിം ഫോർവേഡ് മുന്നോട്ട് വന്നു. കം ഫോർവേഡ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് വരിക. കെയിം ഫോർവേഡ് മുന്നോട്ട് വന്നു. ആൻഡ് എൻഷ്വേർഡ് എന്നിട്ട് ഉറപ്പാക്കി ടു മേക്ക് എ ബ്യൂട്ടിഫുൾ പോർട്രേറ്റ് ഓഫ് ദി കിങ്. ടു മേക്ക് ഉണ്ടാക്കാൻ, വരക്കാൻ എന്നർത്ഥം. ഇവിടെ മേക്ക് എന്ന് പറഞ്ഞാൽ ആശയമാണ് പറഞ്ഞത്. മേക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഉണ്ടാക്കുക എന്നാണ് അർത്ഥം. എ ബ്യൂട്ടിഫുൾ പോർട്രേറ്റ്, ഒരു സുന്ദരമായ പോർട്രേറ്റ് ഓഫ് ദി കിങ് രാജാവിൻ്റെ. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, ദി യങ് പെയിൻറ്റർ, ആ ചെറുപ്പക്കാരനായ പെയിൻറ്റർ അൺവെയിൽഡ്, മറ നീക്കി, അനാച്ഛാദനം ചെയ്യാന്നൊക്കെ പറയും. ദി പോർട്രേറ്റ്, അദ്ദേഹത്തിൻ്റെ പോർട്രേറ്റ്, ഇൻ ദി കോർട്ട്, കോടതിയിൽ. ഇൻ വിച്ച്, ആ പോർട്രേറ്റിൽ ദ കിങ് വാസ് സീൻ, രാജാവിനെ കാണപ്പെട്ടു. വാസ് സീൻ എന്ന് പറഞ്ഞാൽ കാണപ്പെട്ടു. സിറ്റിംഗ്, ഇരിക്കുന്നതായിട്ട്, ഓൺ ദി ഹോഴ്സ്, കുതിരയുടെ മേൽ, വിത്ത് വൺ ലെഗ് വിസിബിൾ, ഒരു കാല് വിസിബിൾ ആയിക്കൊണ്ട്, വ്യക്തമാക്കിക്കൊണ്ട്. രണ്ട് സൈഡ് ഉണ്ടാവുമല്ലോ. വിസിബിൾ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കിക്കൊണ്ട്, കാണിച്ചുകൊണ്ട് എന്നൊക്കെ അർത്ഥം. ഹോൾഡിങ് ഹിസ് ബോ, അദ്ദേഹത്തിൻ്റെ വില്ലിനെ എങ്ങനെ പിടിച്ചുകൊണ്ട്, ബോ എന്ന് പറഞ്ഞാൽ വില്ല്. ആൻഡ് എയിമിങ്, അതുപോലെ ലക്ഷ്യം വെച്ചുകൊണ്ടും, ദ ആരോ, അമ്പ്, വിത്ത് വൺ ഐ ക്ലോസ്ഡ്, ഒരു കണ്ണിനെ ക്ലോസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കഥ. ഈ കഥയുടെ മോറൽ നോക്കാം. ലുക്ക് അറ്റ് ദ പോസിറ്റീവ് ആസ്പെക്ട്സ് ഓഫ് സംവൺ വിത്തൗട്ട് എംഫസൈസിങ് ദ ലിമിറ്റേഷൻസ്. ലുക്ക് അറ്റ് ദി പോസിറ്റീവ് ആസ്പെക്ട്സ്, പോസിറ്റീവായിട്ടുള്ള വശങ്ങളിലേക്ക് നോക്കുക. ഓഫ് സംവൺ, ആരുടെയും, സംവൺ എന്ന് പറഞ്ഞാൽ ഏതൊരുത്തൻ്റെയും എന്നർത്ഥം. വിത്തൗട്ട് എന്ന് പറഞ്ഞാൽ കൂടാതെ എന്നർത്ഥം. വിത്തൗട്ട് എംഫസൈസിങ്, പ്രാധാന്യം കൊടുക്കാതെ, ഊന്നി പറയാതെ എന്നൊക്കെ അർത്ഥം. ദ ലിമിറ്റേഷൻസ്, അവരുടെ പരിമിതികൾ. എംഫസൈസ് എന്ന് പറഞ്ഞാൽ പ്രാധാന്യം കൊടുക്കുക, അതുപോലെ ഊന്നി പറയുക എന്നൊക്കെ അർത്ഥമുണ്ട്. അതുപോലെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പരിമിതി. അപ്പോൾ അതാണ് ഈ കഥയുടെ
മോറൽ, ഗുണപാഠം. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിലെ പ്രയോഗങ്ങളൊക്കെ പഠിക്കുക. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയ സ്റ്റോറിയുമായി വരാം. താങ്ക് യു.